ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും NBF കാൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ചൂരപ്പുളിയാണ് വെക്കുന്നത്. ചൂരക്കുട്ടി കൊണ്ട് ഒരു പുളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3-4 ചൂര എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂര മുറിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള സാധനങ്ങൾ: സവാള, ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ തക്കാളി. ഇത്രയാണ് നമുക്ക് കറി വയ്ക്കാനുള്ള ആവശ്യങ്ങൾ. പിന്നെ കറിവേപ്പില. അപ്പം ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിൽ ഒരു 1.5 സ്പൂണിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൽ ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട്. കടുകല്ല പൊട്ടിക്കുന്നത്, ഉലുവയാണ് പൊട്ടിക്കുന്നത്. ഉലുവയാണ് ഇതിന് ആവശ്യമുള്ളത്. ഇത് പൊട്ടി ഇപ്പോൾ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കളർ മാറി വരുന്നേരം വഴറ്റണം. ചെറിയ ഒരു ലൈറ്റ് കളറായിരിക്കണം. ഈ പച്ച കളർ അങ്ങ് മാറണം. ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഇഞ്ചി ചേർത്ത്, വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു മൂടി വെച്ച് അടച്ചിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കണം. ഇനി നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇട്ടതിന് ശേഷം വഴറ്റാം. മുളക് പൊടി 1.5 സ്പൂണിന് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റാം. ചെറിയ 1 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ക്യാമറ ഓഫായതുകൊണ്ടാണ്. ചെറിയ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. ശേഷം തക്കാളി ചേർത്ത് വഴറ്റാം. എപ്പോഴും തീ കുറച്ചിട്ടിട്ട് മല്ലിയും മുളകൊക്കെ വറുക്കാവൂ, അല്ലെങ്കിൽ മൂട്ടിൽ പിടിച്ച് കരിഞ്ഞ ടേസ്റ്റ് വരും. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളവും പുളിവെള്ളവും ഈ മസാലയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏത് മീൻകറി വെച്ചാലും നല്ലവണ്ണം തിള വന്നതിന് ശേഷം മാത്രമേ അതിൽ മീൻ ചേർക്കാറുള്ളൂ. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. മീൻ ഏകദേശം പകുതി ഹാഫ് വേവ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് റെഡിയാവും. മീൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.